അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഇടുക്കിയിലേക്കാണ്. അവിടെ നമുക്കറിയാം പേമരം അല്ലേ, പേമരം എന്ന സ്ഥലത്തിൻ്റെ പേര്. ആ വളവിൽ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതാണ്. അവിടെ ഇതുവരെ അപകടത്തിൽപ്പെട്ടത് 10 വാഹനങ്ങളാണെന്ന് പറയുകയാണ്. അപ്പോൾ സ്ഥിരം ഒരു അപകട മേഖലയാണത്. അക്ഷരാർത്ഥത്തിൽ ഒരു പേമരം എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് നാട്ടുകാർ പല ആവർത്തിച്ചതാണ് അവിടെ. പക്ഷെ ഒന്നും നടക്കുന്നില്ല. വാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ആ പേമരം വളവിൽ. വിശദാംശങ്ങളുമായി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിലൊരു അപകട വളവ്, സ്ഥിരമായ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ അപകടത്തിന്റെ കാരണം എന്താണ്? എപ്പോഴായിരുന്നു സംഭവം? വിശദാംശങ്ങൾ. ഹാഷ്മി, ക്രിസ്റ്റീന, നമുക്ക് പിന്നിൽ കാണുന്ന ഈ വളവാണ് ഈ അപകട വളവ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ആ അപകട വളവ് അതാണ്. ഇതിനു മുമ്പ് 11 വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ 7 ട്രാവലറും അതുപോലെ തന്നെ ബാക്കിയുള്ളത് ജീപ്പും കാറും ഒക്കെ ആയിട്ടാണ്. ഇന്നലെ ഈ വളവിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ഈ ട്രാവലർ, ഇവിടെ ഒരു ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു, അതിടിച്ച് തകർത്തതിന് ശേഷമാണ് ഈ 30 അടി താഴ്ചയിലേക്ക് പോവുകയും ചെയ്തത്. ആ വാഹനം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അതിൻ്റെ അകത്ത് 14 പേരാണ് ഉണ്ടായിരുന്നത്. ആ 14 പേരിൽ 4 പേരാണ് മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത്. തമിഴ്നാട് സ്വദേശികളായതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തെ പറ്റി അത്ര വലിയ ധാരണ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു അപകടം നടന്ന ഒരു സ്ഥലമാണോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് എന്ന കാര്യം പോലും അവർക്ക് കൃത്യമായി അറിയാൻ കഴിയില്ലായിരിക്കും. എന്തായാലും ഈ വാഹനത്തിനടിയിൽ വാഹനം 3 തവണ വട്ടം മറിഞ്ഞ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് റോട്ടിൽ നിന്ന് 3 തവണ മറിഞ്ഞ് ആണ് താഴേക്ക് പോയത്. വാഹനത്തിൽ നിന്ന് തെറിച്ചു വീണ ചിലർ വാഹനത്തിനടിയിൽ പെട്ടുപോകുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. പിന്നീട് അവരെ നാട്ടുകാരും അതുപോലെ തന്നെ ഈ സഞ്ചാരികൾക്കൊപ്പം ഉണ്ടായിരുന്ന വേറെ മറ്റു വാഹനങ്ങളിൽ വന്ന ആളുകളുമുണ്ട്, അവരൊക്കെ ചേർത്ത് പുറത്തേക്ക് എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നതിന് കുറച്ച് ദൂരമുണ്ട്. അടിമാലി താലൂക്ക് ആശുപത്രിയാണ്. ഏകദേശം 1 മണിക്കൂറോളം യാത്ര അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കുണ്ട്. ആ കാലതാമസവും ഈ 4 പേരുടെ മരണത്തിനിടയാക്കി എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയാത്തൊരു കാര്യം കൂടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ചികിത്സയിലുള്ളത് 10 പേരാണ്. അതിൽ 5 പേരെ തമിഴ്നാട്ടിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5 പേർ ഇടുക്കി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരുടെ അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമായിരുന്നു, അപകടനില തരണം ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങളില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ വളവിൽ പറയുകയാണെങ്കിൽ പലതവണ നാട്ടുകാർ പരാതി PWDക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്കും കൊടുത്തതാണ്. പക്ഷെ അതൊരു പരിഹാരത്തിലേക്ക് പോയില്ല. ഈ ഒരു മൺതിട്ട മാറ്റി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ അപകട വളവ് ഭേദമാക്കാം എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഉടമ, അതായത് ഈ മണ്ണ് മാറ്റി ഈ വളവ് നേരെയാക്കിക്കോളൂ, ഈ അപകടങ്ങൾ ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഈ ഇവിടുത്തെ ചേച്ചി നമ്മളോടൊപ്പം ചേരുകയാണ്. ചേച്ചി, ഇതിനു മുമ്പ് പലതവണ അപകടം ഉണ്ടായിട്ടുണ്ട്. ഈ വഴി പണിതപ്പോഴൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരോടൊക്കെ പറഞ്ഞതാണ്? അവരോട് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഇതെടുത്തിട്ട് ഈ വഴി നേരെയാക്കാൻ പറഞ്ഞതാണ്. അന്നൊന്നും അവരത് ചെയ്തിട്ടില്ല. ഇവിടെ എത്ര തവണ അപകടം ഉണ്ടായിട്ടുണ്ട്? ഇവിടെ ഇപ്പോൾ ഇത് 7 ട്രാവലറാണ് ഇവിടെ മറിഞ്ഞേക്കുന്നത്. പിന്നെ കാറ് മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 10-11 അപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വഴി ശരിയാക്കാതെ ഇട്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രതിഷേധം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ അയൽവക്കത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഏത് രാത്രിക്ക് അപകടം ഉണ്ടായാലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇവിടെ കാണില്ല. എന്നാലും ഇതിങ്ങനെ ഒരു എസ് വളവാണ്. അപ്പോൾ അവിടെ നിന്ന് അറിയത്തില്ലാത്ത ഒരാൾ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വലിയ ഇറക്കമുണ്ട്. അപ്പോൾ ഒരു എസ് വളവാണ്. അവിടെ നിന്ന് ഈ വളവ് ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ഒരുപക്ഷെ ഈ വളവിൻ്റെ മറുവശം കാണാൻ കഴിയില്ല. ഈ ഭാഗത്തേക്ക് വലിയൊരു ചെരുവ് കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് പുതിയതായിട്ട് വരുന്ന ഡ്രൈവർമാർക്ക് അത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇന്നലെയും അങ്ങനെ തന്നെയാണ്. ഇന്നലെ ഈ ട്രാവലർ ഈ വളവ് തിരിഞ്ഞപ്പോൾ അതിൻ്റെ 2 വീലുകൾ, അതായത് ഒരു സൈഡിലെ 2 വീലുകൾ ഇത് റോഡിൽ നിന്ന് പിടുത്തം തെന്നി മാറുന്നു. അങ്ങനെയാണ് ഈ പാടുകളുണ്ട്. ആ പാടുകൾ കണ്ടാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് താഴേക്ക് പോവുകയുമായിരുന്നു. ഇപ്പോൾ നമ്മളോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീൺ ജോസഫും കൂടി ചേരുകയാണ്. ചേട്ടാ, ഇതൊരു സ്ഥിര അപകട വളവാണ്, സ്ഥിര അപകട മേഖലയാണ്. ഞങ്ങൾ ഈ റോഡ് പണിയുന്ന സമയത്ത് തന്നെ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥരോട് പറഞ്ഞതാണ്, ഇവിടെ കെട്ടിത്തന്നാൽ മതി, ഈ മണ്ണെടുത്തോളൂ, ഇല്ലെങ്കിൽ ഇവിടെ വലിയ അപകടം ഉണ്ടാവുമെന്ന്. അന്ന് PWDയിലെ ഉദ്യോഗസ്ഥർ അത് ചെവിക്കൊള്ളാത്തതിന്റെ ഫലമാണ് ഇന്ന് 11 വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടത്. 7ഓളം ട്രാവലറുകളും ജീപ്പും കാറും അടക്കം ബാക്കി വാഹനങ്ങളും ഇവിടെ അപകടത്തിൽപ്പെട്ടു. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ വഴിയുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്.